ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാട്ടെ. അഭിവന്യ തിരുമേനിമാർ, ഒന്നിരായ വൈദിക ശ്രേഷ്ഠർ, പരിശുദ്ധ സഭയുടെ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ 2018-2022 കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിക്കുവാൻ ഞങ്ങൾ 31 പേർക്ക് ദൈവം അനുവാദം നൽകി ദൈവികമായ മർമ്മങ്ങളുടെ രഹസ്യങ്ങളെ സ്വായത്തമാക്കി അവൻ്റെ മുന്തിരിത്തോപ്പിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ എല്ലാവരെയും ഈ ലോകത്തിലേക്ക് പലയിടങ്ങളിലായിട്ട് ദൈവം ആക്കി വെച്ചു. അവിടെ നിന്ന് ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ജെർണച്ചനെ ദൈവം ആദ്യമേ അങ്ങ് വിളിച്ചുകൊണ്ടുപോയി. ഒരുപക്ഷെ സെമിനാരി കാലഘട്ടത്തിൽ ഒരേ പൊക്കക്കാരായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആരാധനയിലും ക്ലാസ്സിലുമെല്ലാം ഒരുമിച്ച് നിന്നിരുന്നത്. അഭിനന്ദനായ തിരുമേനിമാരും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഏറെ സ്നേഹത്തോടുകൂടി സൗഹൃദങ്ങൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ സാധ്യമായി. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സുബിയച്ചൻ സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കോനാട്ടച്ചൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ, സുറിയാനി പഠിപ്പിക്കുമ്പോൾ ജെർണച്ചൻ്റെയും സുബിനച്ചൻ്റെയും നടുക്കായിരുന്നു ഞാനിരിക്കുന്നത്. കോനാട്ടച്ചൻ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എന്നെ വിളിക്കും, അളിയ പെട്ടെന്ന് പറഞ്ഞതാടാ. ആ സ്നേഹബന്ധം ഞങ്ങളെല്ലാവരും തമ്മിൽ അന്നും ഇന്നും കാത്തു സൂക്ഷിക്കും. ഞങ്ങൾ വിളിക്കും. ഒത്തിരി പേരുകളുള്ള ഒരു വൈദികനായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ ജെർണച്ചൻ. അതിലൊരു പേരായിരുന്നു സെറ്റെന്ന്. കാരണം എന്ത് അസാധാരണമായ കാര്യങ്ങളും അസാമാന്യമായ രീതിയിൽ നേടിയെടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ജെർണച്ചൻ. ഏത് വിധേനയും ജെർണച്ചൻ നേടിയെടുക്കുമായിരുന്നു. ഇന്നലെ ഞാനിരുന്നിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഞങ്ങൾ 31 പേരിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ആദ്യം പോകുമ്പോൾ ദൈവം വന്ന് ജെർണച്ചനോട് ചോദിച്ച് കാണും, എടാ നീ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ജെർണച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്നുണ്ട്. കാരണം ആ 30 എണ്ണം വരുന്നതിന് മുൻപേ എനിക്ക് ദൈവസന്നിധിയിൽ വരണമെന്ന് ജെർണച്ചൻ പറഞ്ഞിട്ടുണ്ട്. ജെർണച്ചൻ അങ്ങനെ ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട ജെർണച്ച, നമ്മുടെ പ്രാർത്ഥനയിൽ ദർഗായിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ജീവൻ്റെ മേശയാകുന്ന പരിശുദ്ധ ബലിപീഠമേ, സമാധാനത്തോടെ വസിക്കുക. നിന്നിൽ നിന്ന് ഞാൻ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവായ യേശു മിശിഹായോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവസാന ബലി അർപ്പിച്ച് ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇനി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കാരണം പൗരോഹിത്യ ശുശ്രൂഷ ഇത്രമേൽ ദുഷിയും പരിഹാസവും ഒക്കെയുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി ക്രിസ്തുവിൻ്റെ രക്ഷാരണ്യ ദൗത്യത്തിൽ കടമ നിർവഹിക്കുവാൻ ഈ ലോകത്തിൽ നമ്മളെ ഒരുമിച്ചാക്കി വെച്ചു. ഇനി അച്ഛൻ ദൈവസന്നിധിയിൽ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനവും പ്രത്യാശയും പ്രിയപ്പെട്ട മാതാവിനും പ്രിയപ്പെട്ട പിതാവിനും പ്രിയപ്പെട്ട സഹോദരനും കുടുംബാംഗങ്ങൾക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയചരണച്ച സമാധാനത്താലെ പോവുക. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ നമുക്കൊരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശ. ഈ ലോകത്തിൽ എപ്രകാരം ബലിയർപ്പിച്ചുവോ അപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒറ്റ വാക്കോടുകൂടി 2018-22 ബാച്ചിൻ്റേതായ എല്ലാവിധമായ അച്ഛൻ്റെ സ്വർഗീയ യാത്രയ്ക്കുള്ള ഭാവുകങ്ങളും എല്ലാവിധമായ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ ഞങ്ങൾ വിദൂരതയിലും ഇവിടെയുമായിരിക്കുന്ന 30 സഹോദരങ്ങളുടേതായിട്ട് അർപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരും കൂടെ ചേർന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ ജെർണച്ചന് സമാധാനത്തിൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു.